ശത്രുവിന്റെ പദ്ധതി എന്താണെന്ന് വെച്ചാൽ സ്തോത്രം നമ്മൾ ഒരു സ്ഥലത്ത് കുടുക്കിയിടാനാ. പക്ഷെ നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി നമ്മളെ എക്സ്പാൻഡ് ചെയ്യാനാ. ജോലി ഇല്ലാത്തപ്പോൾ ദൈവത്തോട് നമ്മളൊരു കൊച്ചു ജോലി ചോദിക്കും നമ്മുടെ ബുദ്ധിക്ക് അനുസരിച്ച്. നമുക്ക് ഫൈനാൻഷ്യൽ ഇല്ലാത്തപ്പോൾ നമ്മുടെ കടം തീരാൻ മാത്രം ഫൈനാൻഷ്യൽ ചോദിക്കും. പക്ഷെ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമ്പോൾ സ്തോത്രം കൊച്ചായിട്ടല്ല, കുറച്ചായിട്ടല്ല, ദൈവം സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കാൻ പോകുക. വിശ്വാസം ഇല്ലെങ്കിലും സ്തോത്രം ലാസർ ഉയർത്തത് ലാസറിന്റെ വിശ്വാസം കൊണ്ടല്ല, ലാസറിന്റെ സഹോദരിയുടെ വിശ്വാസം കൊണ്ടാ. അങ്ങനാണെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിലും നിങ്ങളുടെ സഭയുടെ പ്രാർത്ഥന കൊണ്ട്, നിങ്ങളുടെ മാതാപിതാക്കളുടെ പ്രാർത്ഥന കൊണ്ട്, നിങ്ങളുടെ മക്കളുടെ പ്രാർത്ഥന കൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മുടെ അവിശ്വാസത്തിന്റെ അപ്പുറം ദൈവം നമുക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യാൻ പോകുക. പകൽക്കാലം ദൈവത്തിന്റെ കരം വെളിപ്പെടാൻ പോകും. നിങ്ങളിൽ ആരെങ്കിലും വിട്ടു പിരിയുന്നില്ല എങ്കിൽ ശിഷ്യനായിരിക്കാൻ കഴിയത്തില്ല. ലോത്തിന് അബ്രഹാം വിട്ടുപിരിഞ്ഞില്ലായിരുന്നു. അബ്രഹാം ലോത്തിനെ വിട്ടുപിരിയാത്തത് കൊണ്ട് അബ്രഹാമും ലോത്തും തമ്മിൽ പിണക്കമായി, പ്രശ്നമായി, വിഷയമായി. അവർ തമ്മിൽ വേർപിരിയേണ്ട വന്നു. ദൈവം അബ്രഹാമിനോട് ആദ്യം പറഞ്ഞത് എന്തെന്നറിയാമോ? നീ നിന്റെ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും ദേശക്കാരെയും എല്ലാം വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തോട്ട് പോകാനാ. ഇന്ന് പകൽക്കാലം ഒന്നാമത് അബ്രഹാം വിട്ടുപിരിയേണ്ട ആരെയാണെന്നറിയാമോ? അബ്രഹാമിന്റെ ഭവനം, ചാർച്ചക്കാർ, ദേശക്കാര്, കൂട്ടുകാര് സകലരെയും വിടാൻ അബ്രഹാം തയ്യാറാകണം. ചില ആളുകൾ പറയാറുണ്ട്, 25 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വിശ്വാസത്തിൽ വന്നതാ, അന്ന് ഞാൻ സിഗരറ്റ് ഉപേക്ഷിച്ചു, സിഗരറ്റിനെ വിട്ടുപിരിഞ്ഞു. ചിലത് പറയാറുണ്ട് ഞാൻ മദ്യത്തെ വിട്ടുപിരിഞ്ഞു. ചിലത് പറയാറുണ്ട് സ്തോത്രം ഞാൻ സിനിമ കാണൽ നിർത്തി. എന്നാൽ ഇന്ന് പകൽ അബ്രഹാമേ, ഇന്ന് പകൽ പണ്ട് നിങ്ങൾ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും വിട്ട കണക്ക് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കാതെ ഇന്ന് ദൈവം നിന്നോട് സംസാരിക്കുന്നത് കേൾക്കാൻ തയ്യാറാകുക. പണ്ടൊരാൾ പറഞ്ഞു, ഞാൻ കുക്കുസായിപ്പിന്റെ കാലത്ത് സ്തോത്രം വിശ്വാസത്തിൽ എൻ്റെ മാതാപിതാക്കൾ വന്നതാ, അതിന്റെ പിൻതലമുറയാ. എൻ്റെ പൊന്നെ സ്തോത്രം, പണ്ടത്തെ പാരമ്പര്യ കാലത്ത് നീ ചെയ്ത വലിയ കാര്യങ്ങളെ കുറിച്ച് പറയാതെ ഇന്ന് നടക്കുന്ന ഉണർവിനെ കുറിച്ച് പറ. ഇന്ന് നിന്റെ ജീവിതത്തിലുള്ള ദൈവിക അഭിഷേകത്തെ കുറിച്ച് പറ. പാരമ്പര്യത്തിൽ നീ അഭിമാനിക്കാതെ പണ്ട് നടന്ന കാര്യങ്ങളെ കുറിച്ച് പറയാതെ, അബ്രഹാമേ നിന്നെ ഞാൻ സ്തോത്രം അടുത്ത ലെവലിലോട്ട് ഉയർത്തണമെങ്കിൽ ഇന്ന് നിന്റെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടണം. സ്തോത്രം. അപ്പോൾ അബ്രഹാം പറയാണ്, ദൈവമേ ഞാൻ പിതൃഭവനത്തെ വിട്ടു, ചാർച്ചക്കാരെ വിട്ടു, സ്തോത്രം എൻ്റെ അമ്മയപ്പന്മാരെ വിട്ടു, എല്ലാവരെയും വിട്ടു. ഇപ്പോൾ എന്താ നീ എന്നെ അനുഗ്രഹിക്കാത്ത? അങ്ങനെ ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ? ഇന്ന് നിങ്ങൾക്കുള്ള മെസ്സേജാണ് ഞാൻ പറയാൻ പോകുന്നത്. സ്തോത്രം മറ്റൊരു കാര്യത്തിൽ ഇല്ലാത്തൊരു കാര്യം കൂടി ഇതിൽ ആഡ് ചെയ്യാൻ പോവാണ്. കാരണം എന്ന് വെച്ചാൽ അബ്രഹാമിന്റെ പിതാവിന്റെ പേരാണ് തേരഹ്. 3 മക്കളായിരുന്നു തേരഹിന് ഉണ്ടായിരുന്നത്. 1 നാഹോർ, 2 ഹാരാൻ. ഈ ഹാരാന്റെ മകനാണ് ലോത്ത്. ഈ ഹാരാൻ ഉണ്ടല്ലോ, ഒരു സ്ഥലത്ത് വെച്ച് പൊടുന്നനവേ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു, മരണപ്പെട്ടു. മറ്റാളെ കുറിച്ച് ബൈബിളിൽ ചരിത്രമൊന്നും അധികം പറയുന്നില്ല. ഇവിടെ സ്തോത്രം ഇവരൊക്കെ അതുപോലെ തന്നെ ഇരുന്നപ്പോൾ അബ്രഹാം മാത്രം അനുഗ്രഹിക്കപ്പെട്ടു. ഓർത്തോ, തേരഹിന്റെ 3 മക്കളിൽ 2 മക്കളെ കാട്ടി കൂടുതൽ അനുഗ്രഹിക്കപ്പെട്ടത് അബ്രഹാമാ. ഇന്ന് പകൽക്കാലം ആരാണോ ദൈവശബ്ദം കേൾക്കുന്നത്, ആരാണോ ദൈവ സാന്നിധ്യത്തിൽ വസിക്കുന്നത്, അവൻ മാത്രമേ അനുഗ്രഹിക്കപ്പെടത്തുള്ളൂ. ഹാരാനും നാഹോറും ഒക്കെ പകുതി വഴിക്ക് വെച്ച് തീർന്നപ്പോൾ അബ്രഹാം തീർന്നില്ല, അബ്രഹാമിന്റെ തലമുറയും തീർന്നില്ല. ഇന്ന് പകൽക്കാലം നീ ഒരു ദൈവ ശബ്ദം കേൾക്കുന്നെങ്കിൽ, ഒരു ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നെങ്കിൽ ഓർത്തോ, അത് ഇതുകൊണ്ടൊന്നും തീരത്തില്ല കേട്ടോ. തലമുറകൾ കൈമാറി വരുന്ന അനുഗ്രഹം നിന്നിൽ വെളിപ്പെടാൻ പോകുക. സ്തോത്രം. അപ്പോഴാണ് ഒന്നാമത്തെ അനുസരണമൊക്കെ കഴിഞ്ഞ് അബ്രഹാം ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൈവം ഏറ്റവും പ്രാണനെ പോലെ സ്നേഹിച്ച ലോത്തിനെ ഉപേക്ഷിക്കാൻ പറഞ്ഞത്. അങ്ങനെ ലോത്തിനെ ഉപേക്ഷിച്ചു. അപ്പം വിട്ടുപിരിഞ്ഞു പലരെയും. പക്ഷെ എല്ലാം വിട്ടുപിരിഞ്ഞില്ല. ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ കേട്ടോ. തനിക്കുള്ളതെല്ലാം വിട്ടുപിരിയാത്ത ഒരുവന് ശിഷ്യനായിരിക്കാൻ സാധിക്കത്തില്ലെന്ന ബൈബിൾ പറയുന്നത്. അബ്രഹാം കവിണ് വീണ് ചിരിച്ചു. 100 വയസ്സുള്ളവന് മകൻ ജനിക്കുമോ? 90 വയസ്സുള്ള സാറ പ്രസവിക്കുമോ? നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, അബ്രഹാം വിശ്വാസികളുടെ പിതാവാ. സ്തോത്ര. വിശ്വാസികളുടെ പിതാവാണെങ്കിലും അബ്രഹാമിൽ അവിശ്വാസം ഉണ്ടായിരുന്നു. ഇന്ന് പകൽക്കാലം ആരെങ്കിലും അവിശ്വാസത്തോടെ ചിരിച്ചുകൊണ്ട് ഇവിടെ വന്നെങ്കിൽ ഓർത്തോ, നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ അത്ഭുതം കാണാൻ നിന്റെ അവിശ്വാസം പോലും ഒരു തടസ്സമല്ല. അബ്രഹാം ചോദിച്ചൊരു ചോദ്യമുണ്ട്. സ്തോത്രം. 100 വയസ്സുള്ളവന് മകൻ ജനിക്കുമോ? 90 വയസ്സുള്ള സാറ പ്രസവിക്കുമോ എന്ന് വെച്ചാൽ സ്തോത്രം അസാധ്യം മാത്രമേ നിന്റെ മുമ്പിൽ കാണുന്നുള്ളൂ എങ്കിലും, നീ ഇന്ന് നടക്കത്തില്ലെന്ന് പറഞ്ഞ് ചിരിക്കുന്നെങ്കിലും അബ്രഹാമേ നീ ഓർത്തോ, നിന്റെ ജീവിതത്തിൽ ലോകം കണ്ടാൽ അത്ഭുതപ്പെടുന്നത് പോലെ വലിയ സംഭവം നടക്കാൻ പോകുക.
എന്നിട്ട് അബ്രഹാം പറഞ്ഞു, 18-ാം വാക്യത്തിൽ പറയാണ്, എനിക്കിനി വാഗ്ദത്തം ഒന്നും വേണ്ട, പിന്നെ എന്താ എനിക്ക് വേണ്ടത്? ഇസ്മായേൽ നിന്റെ മുൻപാകെ ജീവിച്ചിരുന്ന മതി എന്ന് അബ്രഹാം ദൈവത്തോട് പറഞ്ഞു. എന്ന് വെച്ചാൽ ഇസ്മായേലിനെ ദൈവം കൊടുത്തതല്ല, അബ്രഹാമിന്റെ അഡ്ജസ്റ്റ്മെന്റാ. ഇന്ന് ഈ മീറ്റിംഗ് കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നീ വലിയ അഡ്ജസ്റ്റ്മെന്റിനൊന്നും പോണ്ട കേട്ടോ. നീ വാഗ്ദത്തത്തിൽ വിശ്വസിച്ചോ. ഇന്ന് പകൽക്കാലം നിന്റെ അഡ്ജസ്റ്റ്മെന്റ് എല്ലാം പൊളിയും. ദൈവത്തിന്റെ അഡ്ജസ്റ്റ്മെന്റ് മാത്രമേ നടക്കത്തുള്ളൂ. വർഷങ്ങൾക്ക് മുമ്പ് എനിക്കൊരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നു എൻ്റെ ഭാവിയെ കുറിച്ച്. ഇങ്ങനെയൊക്കെ പോയാൽ മതി എന്ന് ഞാൻ കണക്ക് കൂട്ടിയ ചില കണക്ക് കൂട്ടലുകൾ ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കണക്ക് കൂട്ടലുകൾക്ക് അപ്പുറത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു. ആരൊക്കെയോ ഈ മെസ്സേജ് കേൾക്കുമ്പോൾ സ്തോത്രം, നീ കണക്ക് കൂട്ടി മാറ്റിവെച്ച പൈസ, നീ കണക്ക് കൂട്ടി മാറ്റിവെച്ച മക്കളുടെ ഭാവി, നീ കണക്ക് കൂട്ടി മാറ്റിവെച്ച നിന്റെ വീടിന്റെ പണി, അത് സ്തോത്രം നിന്റെ കണക്കിലല്ല ദൈവം ചെയ്യാൻ പോകുന്നത്. സൂപ്പർ നാച്ചുറലായി നീ ചിന്തിക്കുന്നതിന്റെ അപ്പുറത്ത് അബ്രഹാമേ, നിനക്ക് വേണ്ടി ദൈവം ഒരു അത്ഭുതം ചെയ്യാൻ പോകുക.